ഹലോ, ഹെഡ്മിലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു ഒത്തിരി ദിവസമായി ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിട്ടെന്ന്. ശരിയല്ലേ? ഇന്ന് ഇപ്പോൾ 2 ദിവസമായി വീഡിയോ ഇട്ടിട്ട് എല്ലാവരും എന്നെ ഓർക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ദൈവകൃപയാൽ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. മഴയാണ് കേട്ടോ, 1-2 ദിവസമായിട്ടൊക്കെ നല്ല മഴയാണ്. കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും ഇങ്ങനെ മഴയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതേ, നേരത്തെ ഞാനൊരു പുളിങ്കറിയുടെ വീഡിയോ ഇട്ടില്ലായിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ സബ്സ്ക്രൈബർ തങ്കമ്മ ആൻറ്റി പറഞ്ഞു തന്ന റെസിപ്പി. അത് കുറേ പേര് ട്രൈ ചെയ്തു കേട്ടോ. ഒത്തിരി പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട്, ചേച്ചി നല്ലതാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ചോറിന് വേറെ ഒന്നും വേണ്ട, 1-2 ദിവസം വെച്ച് കൂട്ടുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുതൽ. ചിലർ പറഞ്ഞു ഞങ്ങൾ മറന്നിരുന്ന ഒരു കറിയാണ്, പണ്ട് അമ്മ സ്ഥിരം ഉണ്ടാക്കുന്നതായിരുന്നു, ഇപ്പോഴാണ് വീണ്ടും ഓർത്തത്. അങ്ങനെയും കുറേ കമൻറ്റുകൾ വന്നിരുന്നു. അപ്പോൾ ആ തങ്കമ്മ ആൻറ്റി തന്നെ പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ്. ഇത് റെസിപ്പി പറഞ്ഞു തന്നിട്ട് കുറേ നാളായി കേട്ടോ. ഞാൻ ട്രൈ ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയെന്നേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോറിനോ അല്ലെങ്കിൽ ചപ്പാത്തിക്കോ പൂരിക്കോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. കുറേ പേര് കുറേ വിശേഷങ്ങൾ തിരക്കുന്നുണ്ട്. വാട്സപ്പിൽ കൂടി ചോദിക്കുന്നവർക്ക് ഞാൻ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ, സേഫായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ റെസിപ്പിക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് സാമ്പാർ പരിപ്പാണ്. തുവർ ഡാൾ, തുമരപ്പരിപ്പ്, എല്ലാവർക്കും അറിയാമല്ലോ സാമ്പാർ പരിപ്പ്. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കട്ടെ. പിന്നെ നമുക്ക് വേണമെന്തേ ഒരു 12 കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി തന്നെ വേണം, അതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഉള്ളി ഇത്തിരി കൂടിയാൽ നമുക്ക് കറിക്ക് ടേസ്റ്റ് കൂടും. അപ്പോൾ ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തുമര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക്. അപ്പോൾ പച്ചമുളക് നമ്മുടെ എരി അനുസരിച്ച് ചേർക്കാം. കൊച്ചുള്ളി. തങ്കമ്മ ആൻറ്റി പ്രത്യേകം പറഞ്ഞു ഉള്ളി 2ആയിട്ട് മുറിക്കാം, വലുതാണെന്നുണ്ടെങ്കിൽ അത് നീളത്തിൽ മുറിക്കരുത്, ഇങ്ങനെ കുറുകെ തന്നെ മുറിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മുറിച്ചിട്ടേക്കുന്നത്. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. നമുക്ക് ഒത്തിരി വെള്ളം കൂടിയ കറിയല്ല വേണ്ടത്. തങ്കമ്മാൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ വിചാരിക്കും എത്ര നാളായി ഈ റെസിപ്പി പറഞ്ഞു കൊടുത്തിട്ടെന്ന്. ആവശ്യത്തിന് ഉപ്പ്. കുക്കറിലൊന്നും വേവിക്കണ്ട കേട്ടോ, വെന്തങ്ങ് ഉടയണ്ട. നമുക്ക് തുമര കാണണം, ആ രീതിയിലേ വേവിക്കാവൂ, ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകരുത്. അപ്പോൾ എന്താ, ഹൈ ഫ്ലെയിം ഇട്ടങ്ങ് വെള്ളം വറ്റിക്കണ്ട, നമുക്കത് വേവുകയും വേണമല്ലോ. അപ്പം വെള്ളം പറ്റുന്നുവെങ്കിൽ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കണേ. എലമെന്റ്സിന്റെ വൂണ്ട് ഹീലിംഗ് ക്രീമാണിത്. ഇത് നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സംഭവമാണ്. നമ്മുടെ കൈ പൊള്ളലിനാണെങ്കിൽ പെട്ടെന്ന് ഇതങ്ങോട്ട് തേച്ചാൽ മതി, പൊള്ളി കുടുന്നു വരത്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അവിടെ പാടുകൾ പോലും കാണില്ല. അതുപോലെ തന്നെ മുറിവുകൾ, കുട്ടികളൊക്കെയാണെങ്കിൽ ഓടിക്കളിക്കുമ്പോൾ വീണ് മുറിയുന്നതിന്, നമ്മൾ അരിയുമ്പോൾ കൈ എന്തെങ്കിലും മുറിഞ്ഞാൽ, അങ്ങനെ എന്ത് തരം മുറിവിനും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണ് വൂണ്ട് ഹീലിംഗ് ക്രീം. ചിലർക്കൊക്കെ ആണെങ്കിൽ ഡയബറ്റിക് ഉള്ളവർക്ക് പെട്ടെന്ന് കരിയാനൊക്കെ പാടാണ്, മുറിവ് പഴുക്കും, എത്രയൊക്കെ ചെയ്താലും അത് കരിയത്തില്ല. അങ്ങനെ പഴുത്ത മുറിവുകൾ പോലും മാറാൻ ഏറ്റവും നല്ലതാണ് ഈ വൂണ്ട് ഹീലിംഗ് ക്രീം എന്ന് പറയുന്നത്. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു വീട്ടിലെ ഗാർഡനൊക്കെ വീഡിയോ എടുത്തിട്ടില്ലേ, അപ്പോൾ അതിനകത്ത് ആ വീടിൻ്റെ ഓണറെ കാണിച്ചിരുന്നല്ലോ. ആ പുള്ളിക്കാരൻ്റെ വീട്ടിൽ ആ സമയത്ത് അടുത്തിടെ ഒരു രാജപാളയത്ത് നിന്നും ഒരു പട്ടിയെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് കടിച്ചിട്ട്, അപ്പോൾ പുള്ളിക്കാരൻ ചെയ്തത് അടുപ്പിച്ച് ഈ വൂണ്ട് ഹീലിംഗ് ക്രീം കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടപ്പോൾ ഞങ്ങളന്ന് ചെല്ലുന്ന സമയത്ത് നന്നായിട്ട് കൈ കരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ് നമ്മുടെ വൂണ്ട് ഹീലിംഗ് ക്രീമിന് ഇതിലും പറ്റിയ എക്സാമ്പിൾ വേറെ ഇല്ല. അപ്പോൾ ഇനി ഞാൻ എന്തെങ്കിലും അവിടെ പോവുകയാണെങ്കിൽ ആ പുള്ളിയുടെ കൈ കാണിക്കാം കേട്ടോ. നന്നായിട്ട് ഉണങ്ങി യോജിച്ച് അവിടെ പറയത്തേ ഇല്ല, അത്രയും വലിയ മുറിവുണ്ടായിരുന്നു, അത്രയ്ക്ക് നല്ല രീതിയിൽ അത് കരിഞ്ഞെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട, ഇത് വലിയ മുറിവുകളൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മുറിവാണെങ്കിൽ ഇത് തേക്കുമ്പോൾ ഒരു പൊറ്റ അതിൻ്റെ മേളിൽ വരും. നമ്മൾ മറ്റ് മെഡിസിനുകൾ ഇട്ടാലും ഒരു പൊറ്റ പോലെ കരിയും. പക്ഷെ ആ പൊറ്റ ഇളക്കിയാൽ അതിനകത്ത് ചിലപ്പോൾ പച്ചപ്പ് കാണും, അല്ലെങ്കിൽ ആ തൊലി പോയി കാണും. പക്ഷെ ഇതെന്ന് പറയുന്നത് ആ പൊറ്റ ഇളക്കുമ്പോഴുണ്ടല്ലോ അതിനടിയിൽ പുതിയ സ്കിന്നായിരിക്കും.
അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റാണ് വൂണ്ട് ഹീലിംഗ് ക്രീം എന്ന് പറയുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 195 രൂപയാണ്. വളരെ നല്ല പ്രോഡക്റ്റാണ്. ഞാൻ ഇതിനു മുമ്പ് തന്നെ ഫേസ് വാഷിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ജോസാൻ ഉപയോഗിക്കുന്നത് ഈ 3-in-1 ഫേസ് വാഷാണ്. ജോസാൻ്റെ ഫേസ് ഓയിലാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്, റേഡിയൻ ഗ്ലോ ഫേസ് വാഷാണെന്ന്. അപ്പോൾ അന്നത്തെ എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഓയിലി ഫേസുകാർക്ക് വേണ്ടിയാണ് ഇത്, അതുപോലെ കോമ്പിനേഷൻ സ്കിൻകാർക്ക് വേണ്ടിയാണ് ഇത്. പൊതുവേ ഓയിലി ഫേസ് ഉള്ളവർക്കാണല്ലോ മുഖക്കുരു ഒക്കെ വരുന്നത്. ഡ്രൈ സ്കിൻ ഉള്ളവർക്കും കോമ്പിനേഷൻകാർക്കും പൊതുവേ അധികം വരാറില്ല, എങ്കിലും വരാറുണ്ട്. മുഖത്ത് പാടുകളൊക്കെ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മുഖത്ത് വലിയ പിമ്പിൾസോ കറുത്ത പാടുകൾ എന്താണ് ഈ പിഗ്മെൻറ്റേഷനൊക്കെ ഇല്ലേ, അതൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഫേസ് ഡ്രൈ ആണെങ്കിൽ പോലും ഈ ഫേസ് വാഷാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ നിന്നും പ്രോഡക്റ്റ് മേടിച്ച നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഫോട്ടോസ് സഹിതമാണ് എനിക്ക് അയച്ചു തരുന്നത്, പഴയ ഫേസും പുതിയ ഫേസും കൂടെ കാണാനായിട്ട്. അപ്പം അവരുടെ അടുത്ത് ഞാൻ ചോദിക്കാനും പാടില്ലല്ലോ ഇത് നമ്മുടെ ചാനലിൽ ഇട്ടോട്ടെ എന്ന്. അവരെന്നെ വിചാരിക്കും ആ ചേച്ചി ബിസിനസ് പർപ്പസിന് വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കുകയാണെന്ന്. അതുകൊണ്ടാണ് ഞാനത് ചോദിക്കാത്തതും. എൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട് ഫോട്ടോയൊക്കെ. അപ്പോൾ ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു കമൻറ്റ് ഇട്ടേക്കണേ, നിങ്ങൾക്കത് ഗുണം കിട്ടിയെന്ന്. എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നവരും. ഇത് മുഖത്തെ ഭയങ്കരമായിട്ട് കുരുക്കൾ, പാടുകൾ, പിഗ്മെൻറ്റേഷൻ, അങ്ങനെയൊക്കെയുള്ള മുഖക്കുരു വന്ന പാടുകൾ, അങ്ങനെയൊക്കെയുള്ളതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ 3-in-1 ഫേസ് വാഷ്. ഇതോടൊപ്പം തന്നെ ഈ 2 ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഫേസ് വാഷ് ഓർഡർ ചെയ്യുന്നിടത്ത് ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, കൂട്ടത്തിൽ ഈ ക്രീമൂടെ യൂസ് ചെയ്താലാണ് നമുക്ക് കുറച്ചുകൂടി റിസൾട്ട് കിട്ടുന്നത്. അതായത് ഫേസ് വാഷ് എന്ന് കഴിയുമ്പോൾ കഴുകി കളഞ്ഞു, പക്ഷേ അതിൻ്റെ മുകളിൽ നമുക്കൊരു ക്രീം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത് തന്നെ എലമെൻസിൻ്റെ തന്നെ നമുക്ക് ക്രീം യൂസ് ചെയ്താൽ ഡബിൾ എഫക്റ്റ് കിട്ടും. അതിനുവേണ്ടിയാണ് ഈ ക്രീം, മൾട്ടി ആക്ഷൻ ഫെയർനെസ് ഫോർമുല, ഈ ക്രീം അതിനുവേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3-in-1 ഫേസ് വാഷ് ഇടുമ്പോൾ ഈ മുഖക്കുരും പാടുകളും ഒക്കെ ഉള്ളവർ ഇത് ഇടുമ്പോൾ മുഖം ഡ്രൈ ആയാലും ഉടനെ ഈ ക്രീം അങ്ങിട്ടാൽ മതി. വലിച്ചിലോ ഡ്രൈയോ ഒന്നും ആവത്തില്ല, നമ്മുടെ സാധാ ഫേസ് പോലെ ആവും. ഓക്കെ, അപ്പോൾ ഇതിത്ര ഞാൻ ആ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എനിക്ക് മുഖക്കുരുവും പാടുകളും ഒന്നും ദൈവം സഹായിച്ച് വർഷങ്ങളായിട്ട് കേട്ടോ. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എൻ്റെ മുഖത്ത് അങ്ങനെ കുരുക്കളോ പാടുകളോ ഒന്നുമില്ല. ഞാൻ അനാവശ്യമായിട്ട് ഒറ്റ പ്രോഡക്റ്റും എൻ്റെ മുഖത്ത് യൂസ് ചെയ്തിട്ടില്ല, ഒറ്റ ക്രീമുകളും യൂസ് ചെയ്യാറില്ലായിരുന്നു, ഈവൻ പൗഡർ പോലും യൂസ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴാണ് ഇത് എൻ്റെ കയ്യിൽ കിട്ടിയതിൽ പിന്നെ ഇപ്പോൾ എന്നും രാവിലെയും വൈകിട്ടും ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകാറുണ്ട്, ക്രീമും ഇടാറുണ്ട്. അല്ലാതെ അങ്ങനെ വേറെ ഒരു പ്രോഡക്റ്റുമേ അധികം എൻ്റെ ഫേസിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് പെട്ടെന്ന് ഇത് എൻ്റെ ഫേസിന് നന്നായിട്ട് സ്യൂട്ടായി. നമ്മൾ മറ്റു പലതും ട്രൈ ചെയ്തവരാണെങ്കിൽ എനിക്ക് ചിലരൊക്കെ ഫോൺ ചെയ്തിട്ട് പറയും, ചേച്ചി ഞാൻ പല ക്രീമുകളും ഉപയോഗിച്ച് എൻ്റെ മുഖമാകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്, മുഖം തൂങ്ങി വരുന്നു, ചുളുങ്ങി വലിഞ്ഞിരിക്കുന്നു, പല ടിപ്സും ട്രൈ ചെയ്യാറുണ്ട് ഫേസിൽ. അതൊക്കെ തെറ്റാണ്. ഞാനിപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ പല ടിപ്സ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരെണ്ണം നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നെങ്കിൽ പിന്നെ വേറെ തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ആ ഒരെണ്ണം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ എല്ലാം കൂടി മുഖത്ത് പരീക്ഷിക്കണ്ട. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്, ഇത് രണ്ടുമാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. എല്ലാവർക്കും ഉപയോഗിച്ച എല്ലാവർക്കും ഇത് സ്യൂട്ടാവുന്ന സംഭവമാണ്. ആർക്കും സൈഡ് എഫക്റ്റ് എന്നോ അല്ലെങ്കിൽ കുരു കൂടിയെന്നോ പാട് കൂടിയെന്നോ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നുള്ളൊരു പ്രോഡക്റ്റാണ് ബോഡി വൈറ്റനിങ് ക്രീം. ഇത് തേക്കുമ്പോൾ ചിലർ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഓൾറെഡി ഡ്രൈ സ്കിന്നാണ്, അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇത് ലേശം നമ്മുടെ കൈ എവിടെയാണോ തേക്കുന്നത്, ഇപ്പോൾ കൈ, കാല്, കഴുത്തൊക്കെയാണ് തേക്കുന്നതെങ്കിൽ ചെറുതായിട്ടൊന്ന് വെള്ളം തേച്ചൊന്ന് നനയ്ക്കുക. അല്ലെങ്കിൽ നമ്മുടെ കൈ ഇത്തിരി ഒന്ന് നനച്ച ശേഷം ഈ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് ക്രീം എടുത്തിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി. നമ്മുടെ ബോഡിയിൽ അത് നന്നായിട്ട് അബ്സോർബ് ആവും. ഇതെന്ന് പറയുന്ന പ്രത്യേകിച്ച് കറുത്ത പാടുകൾ ചിലർ കണ്ടിട്ടില്ലേ, 2 വീലറൊക്കെ ഓടിക്കുമ്പോൾ ഇത്രയും കൈയുടെ കുറേ ഭാഗങ്ങൾ കറുത്തിരിക്കും, കഴുത്തിൻ്റെ കുറേ ഭാഗങ്ങൾ കഴുത്തിരിക്കും, അല്ലെങ്കിൽ കൈമുട്ട് കറുത്തിരിക്കും. അങ്ങനെയൊക്കെയുള്ളവർക്ക് നല്ല ബെസ്റ്റ് പ്രോഡക്റ്റാണിത്. അതായത് നമ്മുടെ സ്കിൻ ടോൺ നേരെയാക്കാനുള്ള ഒരു സംഭവമാണിത്. ആദ്യത്തെ ഒരു 2-3 ദിവസം ഇടുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ശരീരം ഡ്രൈ ആവുന്നു എന്ന് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത്തിരി ഒന്നുകിൽ കൈ നനച്ച ശേഷം ആ ഈർപ്പത്തോടു കൂടി ഈ ക്രീം അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ ഇത്തിരി വെള്ളം ഒന്ന് പുരട്ടിയ ശേഷം ഈ ക്രീം അപ്ലൈ ചെയ്യുക. നന്നായിട്ട് അബ്സോർബ് ആവും, കുഴഞ്ഞിരിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എൻ്റെ കൈമുട്ട് 2, ഞാൻ ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യും, ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒന്നുകിൽ മേശയിൽ ഇങ്ങനെ കൈകുത്തും, അത് വർഷങ്ങളായിട്ട് ഓഫീസിലായാലും മേശയിൽ ഇങ്ങനെ കൈകുത്തും, അല്ലെ കസേരയുടെ ഈ 2 കൈ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ കൈ വെക്കുമ്പോൾ തീർച്ചയായിട്ടും കൈമുട്ടിന് ഭയങ്കര കറുപ്പായിരുന്നു. ഇവിടെ അതൊക്കെയെന്ന് വെച്ചാൽ
ഇവിടെ ഇങ്ങനെ പരുവരുത്ത് ഇവിടം വരെ ഉണ്ടായിരുന്നു കറുപ്പ്. അപ്പോൾ ആദ്യം ഞാൻ ബോഡി ബട്ടറാണ് യൂസ് ചെയ്തത്. അതിന് റിസൾട്ട് ഇല്ല എന്ന് പറയുന്നില്ല, അതിനും റിസൾട്ട് ഉണ്ട്. ആ ബോഡി ബട്ടർ തേച്ചപ്പോൾ ആ കുരുകുരു പോലുള്ള കുരുപ്പും വേദനയൊക്കെ അങ്ങ് മാറിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്തതാണ്, എന്തായാലും ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വെച്ച് ട്രൈ ചെയ്തപ്പോൾ അത് ഇത്രയും മാറിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കറുപ്പായിരുന്നു ഇവിടെ എല്ലാം. ഇനി കുറച്ചുകൂടെ ഉണ്ട്. അത് ഞാൻ എൻ്റെ കയ്യിലിരിപ്പാണ്, ഞാൻ ഡെയിലി പുരട്ടുന്നില്ല, ഓർക്കുമ്പോഴാണ് വരുന്നത്. ആദ്യത്തെ 2-3 ദിവസം ഡെയിലി രാവിലെയും വൈകിട്ടും പുരട്ടുമായിരുന്നു. എൻ്റെ ഒരു സ്വഭാവമാണത്. ആദ്യത്തെ 2-3 ദിവസം തേക്കും, പിന്നെ അത് ഓർക്കുമ്പോഴൊക്കെ ആയിരിക്കും. ഇപ്പോഴും അതുപോലെ തന്നെ ഓർക്കുമ്പോൾ മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കണ്ടേ, ഈ കഴിക്കാന്നതിൽ നല്ല മാറ്റമുണ്ട്, കണ്ടോ. അപ്പോൾ ഇതാണ് അതിന് വേണ്ടി യൂസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്രോഡക്റ്റ് വരെ നിങ്ങൾക്ക് തന്നെ ബോറാവും. ഇപ്പോൾ തന്നെ എത്ര 2, 3, 4 പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി. അടുത്ത വീഡിയോയിൽ ബാക്കി കൂടി ഇതുപോലെ എക്സാമ്പിൾ ഉൾപ്പെടെ പരിചയപ്പെടുത്താം കേട്ടോ. ഇത് ഒരു 2 പിടി തേങ്ങയുണ്ട്, അരമുറി തേങ്ങ പോലും ഇല്ല. ഇതിൽ നിന്ന് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം. ഇത് ഞാൻ ആദ്യം ഇതിനകത്തൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1-ാം പാൽ എടുക്കും. അതിനുശേഷം വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് പാലെടുക്കും. അതിനകത്തുനിന്ന് എത്രയും നമുക്ക് തേങ്ങാപ്പാൽ കിട്ടുമോ അത്രയും എടുക്കണം. എല്ലാം കൂടി ഒരു 1.5 ഗ്ലാസ്സിനകത്ത് അത് മതിയേ. വേണ്ടേ, പരിപ്പ് ഇങ്ങനെ വെന്താൽ മതി. ഇത്തിരി കൂടി ഒന്ന് ഉടയ്ക്കണം എന്നുണ്ടെങ്കിൽ ആവാം, പക്ഷെ ഞാൻ ഉടയ്ക്കുന്നില്ല കേട്ടോ. ഇതിപ്പോ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നമുക്ക് കഴിക്കാൻ പരുവമാണ്. കണ്ടോ, വേണ്ടേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് ഇത് ഇത്തിരി ഒന്ന് കുറുകണേ, അന്നേരം നമ്മുടെ ആ പരിപ്പിന് ഇത്തിരി ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയത്തിൽ തന്നെ നിർത്തിയത്. ഇനി ഇതിൽ കിടന്നും വേവുമല്ലോ, അപ്പൊ അതിനകത്ത് കിടന്നൊന്ന് വറ്റട്ടെ. നന്നായിട്ട് കുറുകി തുടങ്ങി. ഒരു കാര്യം ഇതിൽ ഇടാൻ വിട്ടുപോയി, നമ്മുടെ കേരള പാചകത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ കറിവേപ്പില. അപ്പൊ കറിവേപ്പില ആക്ച്വലി തങ്കമ്മ ആന്റി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല കേട്ടോ ചേർക്കാനായിട്ട്. അപ്പൊ പറയാത്ത ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ ഇത്തിരി എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. എന്തായാലും തൊമരപ്പരിപ്പല്ലേ, അപ്പോൾ ഗ്യാസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാനൊരു ഇത്തിരി കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് റെസിപ്പി തന്നയാള് തങ്കമ്മ ആൻറ്റി എൻ്റെ അടുത്ത് കായം പറഞ്ഞിട്ടില്ല. അപ്പോൾ 2 നുള്ള് കായം പൊടി ചേർത്തിട്ടുണ്ട്. പൊതുവെ നമ്മൾ കറികളിൽ ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, കായം ഇതൊക്കെ ചേർക്കുന്നത് ഒരു പരിധി വരെ ടേസ്റ്റിലുപരി ഈ അസിഡിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ നെഞ്ചരിച്ചിൽ, പുളിച്ചിൽ കെട്ടൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വക ചേരുവകളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ദാ ഇത്രയത്തിൽ ഞാൻ ഓഫ് ചെയ്യുക. കണ്ടോ, ഉള്ളിയൊന്നും ഉടഞ്ഞു പോയിട്ടില്ല, പരിപ്പും ഉടഞ്ഞു പോയിട്ടില്ല, ഉള്ളിയൊക്കെ ദാ അതുപോലെ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. കടുക് താളിപ്പ് സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതൊരു റെസിപ്പി എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞു തന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ പല രീതിയിൽ മാറ്റാം കേട്ടോ. കടുക് താളിക്കണമെങ്കിൽ താളിക്കാം, എങ്ങനെ വേണമെങ്കിലും ഒരു മാറ്റം വരുത്താം. ഇങ്ങനെ ഒരു കറി ഉണ്ട് എന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നിയായിരുന്നു. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പോൾ റെസിപ്പി എല്ലാവരും കണ്ടല്ലോ, വളരെ ഈസി അല്ലേ ഉണ്ടാക്കാൻ, വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞതുപോലെ തൊമര, അതായത് സാമ്പാർ ഡാൾ ഇഷ്ടം കഴിച്ചാൽ അസിഡിറ്റി വരും, ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും എന്നുള്ളവർക്ക് ചേർന്ന കറി അല്ല ഇത്. അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഒന്നും കൂടി പറയാനുള്ളത്, എൻ്റെ ഈ കറിക്ക് എരി തീരെ കുറവാണ്. ഇത്തിരി കൂടി എരി ആവാം കേട്ടോ, ഇത്തിരി കൂടി എരി ഉള്ളതാണ് നല്ലത്. അപ്പോൾ എരി അതിനനുസരിച്ച് ചേർത്തോണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു, ടാറ്റ.